മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ അതിന്റെ സന്തോഷം വ്യാപിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിലേക്ക് കൂടിയാണ്. ഓണക്കാലത്തെ ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ തമിഴ്നാട്ടിലെ കൃഷിത്തോട്ടങ്ങളിലും പൂപ്പാടങ്ങളിലും വിളവെടുപ്പ് നടക്കുമ്പോൾ ഓണം മലയാളിക്ക് മാത്രമല്ല സന്തോഷകരമാകുന്നത്. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളിലെ സന്തോഷം കൂടെ കാണാം. മലയാളി ഓണം ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലും പൂപ്പാടങ്ങളിലും ഇത് വിളവെടുപ്പ് കാലം. തേനി ജില്ലയിലെ തേവാരം, കമ്പം, ചുരുളിപ്പെട്ടി, പല്ലവരായൻപെട്ടി, ശീലയംപെട്ടി തുടങ്ങിയ അതിർത്തി ഗ്രാമങ്ങളിലെ പൂപ്പാടങ്ങളിൽ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകൾ കൂടിയാണ് പൂത്തുലഞ്ഞത്. കേരളത്തിൽ പൂക്കളങ്ങൾ ഒരുക്കുന്ന ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയുമൊക്കെ വിരിഞ്ഞ് ഇവിടുത്തെ കർഷകന്റെ ചുണ്ടിലും പുഞ്ചിരി വിടർത്തുന്നു. பிறந்ததுலேருந்தே விவசாயம் தான், வேற தொழில் தெரியாது. ஓணத்துக்கு வேலை பரவாயில்லைன்னு சொல்லி விவசாயம் செஞ்சுட்டு இருக்கோம். ஏதாவது சும்மா வருஷத்துல ஒரு நாள் இந்த ஓணத்தை டைத்தில் தான் ஒரு நேரத்தில் விலை கிடைக்குது. விலை கிடைக்குது. மற்ற கை வந்து ட்ரிம்மா தான் இருக்கு. ஓண டைம் ஓணம் உடைச்சிட்டு எங்களுக்கு இது அந்த ஒரு வாரம் வியாபாரம் தான். കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കുമെല്ലാം ഇവിടെ നിന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട്. എന്നാൽ പ്രധാന മാർക്കറ്റ് കേരളം തന്നെ. ഓണക്കാലമാണ് പ്രധാന സീസൺ. പല്ലവരായൻപെട്ടിയിലെ 500ഓളം കർഷകർ 1000 ഏക്കറിലധികം സ്ഥലത്ത് പൂക്കൃഷി നടത്തിയിരുന്നു. ഓണം ഇവർക്കും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഉത്സവമാണ്. பல்லவராயன்பட்டி, வனலட்சுமி, செண்டுமல்லி, மல்லி, காய்கறிகள்லாம் கேரளாவில் ஓணத்துக்காக வந்து நாங்கள் சிறப்பாக பயிர் செஞ்சு வச்சுருக்கோம். நல்லபடி കർഷകർ മാർക്കറ്റിൽ പൂക്കളുമായി എത്തുമ്പോൾ ഇവിടെ നിന്ന് ആവശ്യക്കാർ ലേലം വിളിച്ചു വാങ്ങും. ചെണ്ടുമല്ലി 30, ജമന്തി 50, വാടാമല്ലി 120, മുല്ല 900, അരളി 260 എന്നിങ്ങനെയാണ് കിലോയ്ക്ക് ഇവിടെ കർഷകർക്ക് ലഭിക്കുന്ന ശരാശരി വില. ഓണം അങ്ങനെ മലയാളികൾക്ക് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ കൂടി ആഘോഷമായി മാറുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.